സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഫോർകാസ്റ്റ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഒരാളുടെ കറൻറ്റ് സിറ്റുവേഷൻ. അത് നോക്കുമ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു യുവാവ് ഫാസ്റ്റായിട്ട് ചിന്തിച്ച് വളരെ ആംബീഷ്യസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എടുത്ത് ചാടി അധികമൊന്നും ചിന്തിക്കാതെ തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് പോണ ഒരു യുവാവിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അടുത്ത വയസ്സക്കാട് ഇയാൾക്ക് അറിയാത്ത കാര്യം എന്താ നോക്കുമ്പോൾ ഇവിടെ 8 of Wands ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ്. അതായത് ഇത് 8 ആണ്, അതിന് മുമ്പിൽ 7 ആയിരുന്നു. അപ്പോൾ 7 of Wands പറയുമ്പോൾ ഒരു സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. ആ സ്ട്രഗിളിങ് പീരീഡിൽ ഇയാളുടെ ഹാർഡ് വർക്ക് കാരണം അതിജീവിച്ച് ഇപ്പോൾ 8 of Wandsലെത്തിയപ്പോൾ ഇയാൾ ഒരു പോസിറ്റീവായിട്ട് ഗ്രോത്തിൽ വന്ന് നിൽക്കുകയാണ്. കൂടുതൽ അവസരങ്ങൾ കരിയറിലൊക്കെ ആണെങ്കിൽ വിദേശ അവസരങ്ങൾ, യാത്രകൾ വരുന്നു, ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ. അതായത് ഒരുപക്ഷെ കരിയർ വൈസ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാകാം, പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള യാത്രകൾ വരുന്നുണ്ട്. ഫോറിൻ കൺട്രീസിലുള്ള അവസരങ്ങൾ ഒക്കെയാണ് ഈ 8 of Wands സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ഇയാൾക്ക് അറിയില്ല. ഇനി അറിയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കാർഡ് ഇയാൾക്ക് അറിയുന്നതാണ്. അതെന്താണ്? Ace of Swords. അതായത് പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ ആശയത്തിനോട് യോജിച്ചതാണ്. അതിലുള്ള മെൻ്റൽ ക്ലാരിറ്റി ഇദ്ദേഹത്തിന്, അതിനെക്കുറിച്ച് ഇയാൾക്ക് അറിവുണ്ട്. അതാണ് Ace of Swords. അടുത്ത കാർഡ് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കുമ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു സ്തംഭനാവസ്ഥയാണ് കാണിക്കുന്നത്. കുതിരമ ഒരു നാണയം പിടിച്ചിട്ട് ഒരു യുവാവ് ഇരിക്കുന്നതാണ്. പക്ഷെ അവിടെ കുതിര മൂവ് ചെയ്യണില്ല. അതുകൊണ്ട് അത് സ്തംഭനാവസ്ഥയാണ്. ഒരുപക്ഷെ സാമ്പത്തികത്തിലൊക്കെ ഒരുപക്ഷെ സ്തംഭനാവസ്ഥ അനുഭവപ്പെടുന്നുണ്ടാവും. അതിനുണ്ടാവേണ്ടത് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഫോക്കസ് എന്നുള്ള കാർഡ് പറയുന്നത്. ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.